വെൽക്കം ടു സിനി പീഡിക. നമ്മുടെ ചാനൽ മുമ്പ് കണ്ടിട്ടുള്ളവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്കും അറിയാം, നമ്മുടെ ചാനലിൻ്റെ പേര് ഇതല്ലായിരുന്നു, ഷിനിമോ ഷായ് എന്നായിരുന്നു. തൽക്കാലം ആ പേരൊന്ന് ഞാൻ മാറ്റി. കാരണം ഒരുപാട് പേർക്ക് ഇത് പേര് മനസ്സിലാവുന്നില്ല, പേര് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള കുറച്ച് പരാതികളൊക്കെ കുറേ നാളുകളായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പേര് മാറ്റാം എന്നാൽ എപ്പോൾ മാറ്റാൻ പറ്റും, എന്തിലേക്ക് മാറ്റും, ഏത് പേരിടും? കാരണം മിക്ക പേരുകൾ എല്ലാ യൂട്യൂബേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചാനലുകൾ വേറെ ഉണ്ട്. അപ്പോൾ എന്തിടും എന്നെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാണ് തൽക്കാലം ഈ ഒരു പേരിലേക്ക് വന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം, എങ്ങനെയാണ് ഈ പേരിലേക്ക് വന്നതെന്നുള്ളതും അതിൻ്റെ ബാക്കിയും കാര്യങ്ങളൊക്കെ പറയാം. നമ്മുടെ ചാനൽ പൊതുവേ സിനിമ റിവ്യൂവും ഒപ്പീനിയനും കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ട്രെയിലർ റിയാക്ഷൻ ചെയ്യണമെന്നൊക്കെ ഒരുപാട് കുറേ നാളുകളായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോഴാണ് എൻ്റെ ഒരു സിറ്റുവേഷൻ ഒത്തു വന്നത്. അപ്പോൾ അതും ചെയ്യാം, എൻ്റെ കൂട്ടത്തിൽ പേരും കൂടി മാറ്റി. അപ്പം പേര് മാറ്റിയിട്ട് നമ്മുടെ ചാനലിൽ വരുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. ഇതുവരെ കണ്ടവരും ആദ്യമായിട്ട് കാണുന്നവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വെൽക്കം ടു സിനി പീഡിക. അപ്പോൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. നമ്മുടെ മിന്നൽ മുരളി യൂണിവേഴ്സിലേക്ക് കടന്നു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ്. സോഫിയ പോളാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്, വീക്കെൻഡ് സിനിമാസ്. അതുപോലെ തന്നെ ഇന്ദ്രനീൽ ഗോപികൃഷ്ണനും രാഹുൽ ജിയും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. റിട്ടൺ ആൻഡ് ഡയറക്ഷൻ അവർ രണ്ടുപേരും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് റൈസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ ഇപ്പം റിലീസായിട്ടുണ്ട്, കുറച്ച് മുമ്പെയാണ് ട്രെയിലർ റിലീസായിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോടൊപ്പം തന്നെ ഇത് കാണാമെന്ന് കരുതി ഇത് മാറ്റി വെക്കുകയാണ് ചെയ്തത്. സാധാരണ ഞാൻ ട്രെയിലറൊക്കെ വന്ന് അപ്പം കാണുന്നതാണ്. നമ്മൾ റിയാക്ഷൻ തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പം എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തന്നെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ അതിൻ്റെ റിയാക്ഷനിലേക്ക് കിടക്കാം. ഞാൻ തൽക്കാലം ഈ മൈക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് അത്ര കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് വെക്കുകയാണ് കേട്ടോ. എവിടെ ഓക്കെ. ഒരു സെക്കൻഡ് ഇതൊന്ന് റെഡി ആക്കിക്കോട്ടെ. അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? സൗണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് റിയാക്ഷനിലേക്ക് കിടക്കാം. ഇതാണ് പ്ലാച്ചിക്കാവ് ഞങ്ങളുടെ സ്വന്തം ഗ്രാമം. ഈ ഗ്രാമം സ്ഥിതി കൊള്ളുന്ന തന്നെ നന്മയുടെയും സന്തോഷത്തിന്റെയും പ്രതീകമായിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം ഇവിടത്തെ നാട്ടുകാരാണ്. അങ്ങനെയല്ല, കുറ്റകൃത്യങ്ങളൊന്നും നടക്കാറില്ല. ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള സ്റ്റേഷനാണ് ഞങ്ങളുടേത്. പ്ലാച്ചിക്കാവ് എന്നത് ഈ ഭൂമിയിലൊരു സ്വർഗമാണ്. ഈ നാടിന്റെയും തലവരെ വരെ മാറുന്ന കേസ് വരെല്ലാം ആര് കണ്ടു? എന്തോ പഴക്കൊല മിസ്സിംഗ് ആണെന്ന് കേട്ടു. അവസാനമായിട്ട് ഈ ആടിനെ എവിടെ കണ്ടത്? പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ തന്നെ ആദ്യത്തെ കൊലപാതക. കാര്യങ്ങൾ വല്ലതും ധാരണയുണ്ടോ? ബോഡിയിൽ ചുറ്റി കൊണ്ടോ സമാനമായ എന്തോ കൊണ്ട് കുറച്ച് പാടുകളുണ്ട്, പ്രത്യേകിച്ച് നെറ്റിയിൽ. എടാ, എനിക്ക് ഈ കിണ്ടിയും കുടം കോളാമ്പി എടുക്കാനേ പറ്റുള്ളൂ. ഇതേ കേസ് കൊലപാതക, അതിന് പണി അറിയുന്നവർ വേണം. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നുണ്ട്, അവർ ഈ കേസ് ടേക്ക് ഓവർ ചെയ്തു. സാധാരണ ഈ നാട്ടിൽ എന്ത് കേസ് ഉണ്ടായാലും പോലീസുകാരും നാട്ടുകാർ എന്നെയാ വിളിക്കാറ്. 2 ക്രൈം സീനിൽ പ്രോപ്പർ പോലീസ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തോണ്ട് തന്നെ അവിടങ്ങളിൽ നിന്നതിൽ തെളിവ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്റെ ഗുരുക്കന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രൈം സീനും പെർഫെക്റ്റ്. തെളിയിക്കലൊക്കെ നല്ലതാണ്, പക്ഷെ ഞാനിവിടെ ഉള്ളപ്പോ വേണ്ട. സാറും കൊള്ളാം, 5 മിനിറ്റ് കൊണ്ട് കഥ മൊത്തം മാറ്റിയത്. മോഷണവും താൻ തന്നെ, കണ്ടുപിടുത്തവും താൻ തന്നെ, കൊന്നതും താൻ തന്നെയാണോ? ആരും കൈയടിക്കണ്ട. May 23 കൊള്ളാം, നല്ല രസമുണ്ട്. ഒരു മിന്നൽ മുരളിയുടെ അതേ കേട്ടോന്നറിയത്തില്ല, രസമുണ്ട്. മിന്നൽ മുരളിയുടെ ആ ഒരു ചെറിയ വൈബും പരിപാടിയൊക്കെ പിടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമ്മുടെ കുറുക്കൻമൂല
ആ സ്ഥലമൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലൊക്കെ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് എത്തരത്തിൽ ആ സിനിമയായിട്ട് കണക്ഷൻ വരും എന്നുള്ളതൊക്കെ സിനിമ കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ. എന്നാലും ട്രെയിലർ കൊള്ളാം, പ്രോമിസിങ് ആണെന്ന് തോന്നുന്നു. കുറേ പുതിയ നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ആർട്ടിസ്റ്റുകളൊക്കെ സിനിമയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഗംഭീര ഒരു സിനിമ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നല്ല കുറച്ച് ഷോട്ട്സ് കാണാൻ സാധിച്ചു. ഒരു കുട്ടി മിന്നൽ മുരളി റെഫറൻസും അതിൻ്റെ അകത്ത് മിന്നി മറിഞ്ഞ് പോകുന്നുണ്ട്. അപ്പം ഓവറോൾ നോക്കുമ്പോൾ കൊള്ളാം, നമുക്ക് തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യാനുള്ളൊരു വകയുണ്ട് എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ ഓവർ കോമഡി സാധനങ്ങളിലേക്ക് ഇട്ട് ചളിയാക്കി മറിക്കാതിരുന്നാൽ ഗംഭീരമായിട്ട് വർക്കൗട്ടാവുന്നൊരു കാര്യമായിരിക്കും. പിന്നെ സോഫിയ പോൾ വീക്കെൻഡ് സിനിമാസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു മോശം സിനിമയിൽ കൊണ്ട് കൈവെക്കാറില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രതീക്ഷ വെക്കാം. ബെറ്റർ ഒരു അടിപൊളി ഒരു സിനിമയായിരിക്കും. നല്ലൊരു യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മാർവൽ യൂണിവേഴ്സ് പോലെ അല്ലെങ്കിൽ DC യൂണിവേഴ്സൊക്കെ പോലെ നമ്മുടെയും മലയാളത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സായി ഇത് മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും മെയ് 23 തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കാം. ഇവിടെ പണം റിലീസാകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കാണുന്നതായിരിക്കും. അല്ലെങ്കിൽ OTT വരുന്ന സമയത്ത് എൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്, ബൈ.